ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി ഒരു സർജറി ചെയ്തതിന് ശേഷം ഒരുപാട് മാസങ്ങൾ ക്ലോസ് ടു 1 year എടുക്കേണ്ട ഒരു കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സിനെ സ്പോർട്സ് ഫിസിയോതെറാപ്പിയുടെ പ്രിൻസിപ്പിൾസ് കാരണം ഞങ്ങൾക്ക് 3 to 4 months റിട്ടേൺ ടു ആക്ടിവിറ്റി അച്ചീവ്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഷോൾഡറിൽ അല്ലെങ്കിൽ ചെറിയ ഡിസ്ക് ഇഷ്യൂസ്, ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എക്സസൈസ് ആണ്. നമ്മളവിടെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ഒരു ഓർഡിനറി ടേഫ് അല്ല, 8 layer ബേസ് ഉള്ള ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ ബിൽഡ് ചെയ്തൊരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്ലീറ്റ്സ്, അതായത് ഇന്ത്യൻ ഫുട്ബോളേഴ്സ് പലരും ആക്റ്റീവ് ബേസിൽ വന്നിട്ടാണ് അവരുടെ റീഹാബ് പ്ലാൻസ് ചെയ്യാറുള്ളത്. പ്രോ കബഡി അത്ലീറ്റ്സ് കുറച്ച് പേര് അവിടെ വരാറുണ്ട്. തമിഴ് തലൈവാസിൻ്റെ സാഗർ റാത്തി നമ്മുടെ കൂടെ വന്നിട്ട് റീഹാബ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ബാഡ്മിൻ്റൺ മെഡൽ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുള്ളത്. ആൽഫിയുടെ ഒരു ഇലാബറേറ്റ് പ്രോസസ്സായിരുന്നു ആക്റ്റീവ് ബേസിൽ. ആൽഫിയുടെ വീൽ ചെയറും ആൽഫിയുടെ റാക്കറ്റും അസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആൽഫിയുടെ ഇഞ്ചുറീസ് അസസ് ചെയ്തിട്ടുള്ളത്. നമസ്കാരം. ടേണിംഗ് പോയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കുറേ മുറികൾ, നേഴ്സുമാർ, അങ്ങനെയൊക്കെയാണ്. ആക്റ്റീവ് ബേസിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ചെന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അവിടെ കളിക്കാനുള്ള ഫെസിലിറ്റി, സ്വിമ്മിംഗ് പൂള്, ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സംരംഭത്തിനെ ടേണിംഗ് പോയിന്റിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു വ്യക്തിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹരികൃഷ്ണൻ, ഹെഡ് ഓഫ് ബിസിനസ്, ആക്റ്റീവ് ബേസ്. ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് ഈ ആക്റ്റീവ് ബേസ്? ഹോസ്പിറ്റലല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്താണ് ശരിക്കും ആക്റ്റീവ് ബേസ്? ഡോക്ടർ അനസ് കൊല്ലഞ്ചേരിയുടെ ഒരു വിഷനായിരുന്നു ആക്റ്റീവ് ബേസ്. 7 years ആയിട്ട് കൊണ്ട് നടന്നൊരു വിഷനായിരുന്നു. യാഥാർത്ഥ്യമായിട്ട് 2 years ആയി. ആൻഡ് സ്പോർട്സ് ആൻഡ് ഓർത്തോപെഡിക് റീഹാബിലിറ്റേഷൻ, സ്പോർട്സ് ആൻഡ് ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പി, ഇതാണ് ആക്റ്റീവ് ബേസ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളതിനെ വളരെ ഹോളിസ്റ്റിക്കായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. സ്പോർട്സ് ഫിസിയോതെറാപ്പി ഒരു ബെഡിൽ വെച്ചിട്ട് 4 ചുവരുകൾക്കുള്ളിൽ വെച്ചിട്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആക്റ്റീവ് ബേസിനെ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്റ്റീവ് ബേസ്, ആക്റ്റീവായിട്ട് റീഹാബിലിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ റിട്ടേൺ ടു ആക്ടിവിറ്റി അല്ലെങ്കിൽ റിട്ടേൺ ടു സ്പോർട്സ്, ഇതാണ് ആക്റ്റീവ് ബേസ് കൊടുക്കുന്ന ഒരു ഔട്ട്കം. അപ്പോൾ ആ സ്പോർട്സ് ഫിസിയോതെറാപ്പി ഒരു അത്ലീറ്റിനെ ഇന്ന സമയം കൊണ്ട് തിരിച്ച് ബാക്ക് ടു ഗെയിം ആക്കിയെടുക്കുകയും അയാളുടെ പെർഫോമൻസ് നല്ല രീതിക്ക് തന്നെ സംഭവിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഔട്ട്കമാണ് സ്പോർട്സ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യേണ്ടത്. ഈ പ്രിൻസിപ്പിളിനെ നമ്മളെടുത്തിട്ട് ജനറൽ പബ്ലിക്കിനും കൂടെ അവൈലബിൾ ആക്കി. അപ്പോൾ ഫാസ്റ്റർ റീഹാബിലിറ്റേഷൻ, കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ, റിട്ടേൺ ടു ആക്ടിവിറ്റി, ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് ആസ് സൂൺ ആസ് പോസിബിൾ, ഇതാണ് ആക്റ്റീവ് ബേസിൻ്റെ പ്രിൻസിപ്പിൾ. കസ്റ്റമർ എന്ന് പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കളിക്കുന്നവർ, അതല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണോ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ആളുകളുമുണ്ട്, അങ്ങനെ അല്ലാത്ത ആളുകളുമുണ്ട്. 90% നമുക്ക് ഓർത്തോപെഡിക് കേസസ് ആണ്. IT പ്രൊഫഷണൽസ്, മറ്റ് മേഖലകളിൽ നിൽക്കുന്നവർ, ഹൗസ് വൈഫ്സ്, എൽഡർലി ആയിട്ടുള്ള ആളുകൾ, എല്ലാ കാറ്റഗറിയിലും നമുക്ക് പേഷ്യൻസ് ഉണ്ട്. എനിത്തിങ് റിലേറ്റഡ് ടു മസിൽസ് ആൻഡ് ബോൺസ്, മസ്കുലോസ്കെലറ്റൽ ഇഞ്ചുറീസ്, അതിനെ ട്രീറ്റ് ചെയ്യുക, പെയിൻ മാനേജ് ചെയ്യുക, ആക്ടിവിറ്റി, ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചെത്തുക. ബേസിക്കലി ഒരു സ്പോർട്സ് ബേസ്ഡ് ആക്ടിവിറ്റിയിലൂടെ, അല്ലെങ്കിൽ പ്ലസ് സയൻറ്റിഫിക്കലി ഒരു ഒരു ഓർത്തോപീഡിക് ഫെസിലിറ്റിയിലൂടെ അവരെ തിരിച്ചെത്രയും പെട്ടെന്ന് ഈ ഒരു സ്പോർട്സിൻ്റെ എല്ലാ കാര്യങ്ങളും സ്പോർട്സ് തെറാപ്പിയുടെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് അവരെ തിരിച്ചെത്തിക്കുക. ഈ ഒരു രീതിയിലാണോ ശരിക്കും ആക്റ്റീവ് ബേസ് വർക്ക് ചെയ്യുന്നത്? അതോ സ്പോർട്സ് ഫിസിയോതെറാപ്പി, ലൈക്ക് ഐ സെറ്റ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഒരു അത്ലീറ്റിന് അതിൻ്റേതായ മെച്ചമുണ്ടാവും. നമുക്ക് ഒരുപാട് അത്ലീറ്റ്സ്, നാഷണൽ അത്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് അവിടെ. അവർക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവും. ഒരു IT പ്രൊഫഷണലിന് ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി ഒരു സർജറി ചെയ്തതിന് ശേഷം ഒരുപാട് മാസങ്ങൾ ക്ലോസ് ടു 1 year എടുക്കേണ്ട ഒരു കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സിനെ സ്പോർട്സ് ഫിസിയോതെറാപ്പിയുടെ പ്രിൻസിപ്പിൾസ് കാരണം ഞങ്ങൾക്ക് 3 to 4 months റിട്ടേൺ ടു ആക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ട്. ടൈം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ക്യൂറിംഗ് പീരീഡ് അല്ലേ? 2 USP ആണ്: കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ, ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം. കേരളത്തിൽ കാരണം നോർമലി ഇപ്പോൾ
എൻ്റെ കാലിനൊരു സ്പ്രെയിൻ വന്നു, ഒരു ലിഗ്മെൻറ്റിന് ചെറിയൊരു പ്രശ്നം വന്നു, നമ്മൾ ആദ്യം പോവുക ഭയങ്കര മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, ഡോക്ടറെ കാണുന്നു, അവർ പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ഒരു പുതിയൊരു ടെക്നോളജി അതല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ശരിക്കും ഫേസ് ചെയ്ത് തുടങ്ങിയപ്പോൾ? ട്രീറ്റ്മെൻറ്റ്സ് പല മേഖലകളുണ്ട്, പല ഇൻഡസ്ട്രീസ് ഉണ്ട്, പല മൊഡാലിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എക്സസൈസാണ്. ഓരോരുത്തർക്കും വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ട് ക്യൂറേറ്റ് ചെയ്യുന്ന എക്സസൈസ്. അതായത് അവരുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് എന്താകാം, അവരുടെ ബയോമെക്കാനിക്സ്, അതായത് എങ്ങനെ അവരുടെ ബോഡി മൂവ് ചെയ്യുന്നു, ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള പേഴ്സണലൈസ്ഡ് എക്സസൈസ് പ്രോട്ടോക്കോളാണ് ആക്റ്റീവ് ബേസിൻ്റെ പ്രിൻസിപ്പിൾ. ഓരോ വ്യക്തിക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ആ പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ അത് മൂലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ പേഷ്യൻറ്റിനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോട്ടോക്കോൾ, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഫോർമാറ്റിലൂടെയാണ് നമ്മളൊരു പേഷ്യൻറ്റിന്, ഒരു എൻറ്റയർ സിസ്റ്റം ഒരു പേഷ്യൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിത് അച്ചീവ് ചെയ്യുന്നത്. ചലഞ്ചസ് ഉണ്ട്. ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്, ഓരോ വ്യക്തിക്കും അവരവർക്ക് വേണ്ട പ്രോട്ടോക്കോൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിസ്ക് ഇഷ്യൂസിന് ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ പേഷ്യൻറ്റിനും അതേപോലെ ഫോളോ ചെയ്താൽ ഓഫ് കോഴ്സ് ഇറ്റ് മേ നോട്ട് ബ്രിങ് ദി ഡിസൈർഡ് റിസൾട്ട്. ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രോട്ടോക്കോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അനദർ ചാലഞ്ച് ദാറ്റ് വി ഹാവ് ഫേസ്ഡ്, എഡ്യൂക്കേഷൻ. ഫിസിയോതെറാപ്പി ഇപ്പോഴും തിരുമ്മലാണ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കുറച്ച് മെഷീൻസ് യൂസ് ചെയ്തിട്ട് വേദന മാറ്റുന്നതാണ് എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു ധാരണ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും സാധാരണക്കാരെല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അതെ, ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്, ബിക്കോസ് ഒരാൾക്ക് വേദന ഉള്ളപ്പോഴാണ് ഒരാൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ഇതിന് ചിലപ്പോൾ തിരുമ്മി ശരിയാക്കാവുന്ന കേസസ് ഉണ്ട്, ചിലപ്പോൾ മെഡിസിൻസ് കഴിച്ചാൽ വേദന മാറാം, കുറച്ച് മെഷീൻസ് യൂസ് ചെയ്താൽ വേദന മാറാം. പക്ഷേ പെയിൻ എന്ന് പറയുന്നത്, വി ഡോണ്ട് ബിലീവ് ദാറ്റ് പെയിൻ ഈസ് യുവർ എനിമി. പെയിൻ നിങ്ങളുടെ സുഹൃത്താണ്. നിങ്ങൾക്കൊരു അണ്ടർലൈങ് കോസ് ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ട് എന്ന് ശരീരം നിങ്ങളോട് പറയുന്ന രീതിയാണ് പെയിൻ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു, നമുക്ക് പനി വന്നു, നമ്മൾ ഉടനെ മെഡിസിൻ കഴിച്ചാൽ പനിയെ സപ്രസ് ചെയ്താൽ ആ വൈറൽ ഇൻഫെക്ഷൻ അവിടെ കിടപ്പുണ്ട്, അത് പോകണില്ല. അതേപോലെ തന്നെയാണ് പെയിൻ. അപ്പോൾ ഈ പെയിൻ മാറ്റുക ഇസ് വൺ തിങ്. റിട്ടേൺ ടു ആക്ടിവിറ്റി, ആ പെയിനിന് തിരിച്ച് വരാതെ എനിക്ക് ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാം. പെയിൻ മാറിയതുകൊണ്ട് ശരിക്കും അവിടെ ക്യൂർ ആവണമെന്ന് നിർബന്ധമില്ല. പെയിൻ തിരിച്ചു വരും, പെയിൻ എപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഷോൾഡർ ഇഷ്യൂസ് ആണ് നമ്മളെപ്പോഴും കാണുന്നത്. പെട്ടെന്ന് ഇഞ്ചുറി വരും, പെട്ടെന്ന് പെയിൻ വരും, പെട്ടെന്ന് മസിൽസ് സ്റ്റിഫ് ആവും, പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്ത് മാറ്റാനും പറ്റും പെയിൻ. പക്ഷേ റിട്ടേൺ ടു ആക്ടിവിറ്റി, അതിലാണ് അതിൻ്റെ കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത്ര ഫെസിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഉണ്ടാകുന്ന വലിയൊരു സംശയമുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കര കോസ്റ്റ്ലി ആണോ എന്ന രീതിയിലേക്കൊരു തോട്ട് പ്രോസസ് അവർക്ക് വരാം. അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? കോസ്റ്റ്ലി ആണോ എന്ന് വെച്ചാൽ കോസ്റ്റ്ലി ആണ്, ചീപ്പാണോ എന്ന് വെച്ചാൽ ചീപ്പുമാണ്. ഇറ്റ്സ് എ ബിസിനസ്. ഓക്കെ, അത് ഒരു സൈഡ് ഓഫ് തിങ്സ്. ആൻഡ് ഐ എം നോട്ട് അഷെയിംഡ് ടു സേ ഇറ്റ്സ് എ ബിസിനസ്. അതൊരു എൻറ്റയർ സിസ്റ്റം ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഒരു എൻറ്റയർ ഫെസിലിറ്റി റൺ ചെയ്യണം. നമുക്കൊരു ചെറിയ മുറിക്കകത്തുള്ള 2 ബെഡുള്ള ഒരു ക്ലിനിക്ക് റൺ ചെയ്താൽ പോരാ, 1 ഏക്കറിലുള്ള ഒരു വലിയ ഫെസിലിറ്റിയാണ് റൺ ചെയ്യേണ്ടത്. അതിന് അതിൻ്റേതായ ഓവർ ഹെഡ്സ് ഉണ്ട്. ഞാൻ ACL റീഹാബിലിറ്റേഷൻ തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞിരുന്നു, സംവെയർ ബിറ്റ്വീൻ 7 months to 1 year എടുക്കുന്ന പ്രോസസ്സാണ് ഇതിൻ്റെ കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ. സർജറിയുടെ ഒരു ഹ്യൂജ് കോസ്റ്റ്. സർജറി കഴിഞ്ഞിട്ട് 1 മാസം ഒരു റെസ്റ്റ് പീരീഡ്, അത് കഴിഞ്ഞിട്ട് റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യുക, അതായത് ഫുൾ വെയ്റ്റ് ബെയറിങ്ങിൽ നടക്കാൻ എടുക്കുന്ന 1 മാസം പീരീഡ്. അപ്പോൾ തന്നെ 2 മാസം ഒരു വ്യക്തിയുടെ നഷ്ടപ്പെട്ടു. ജോലിയില്ല, വരുമാനം ഇല്ലാത്ത 2 മാസമാണത്. ഇനി അത് റിട്ടേൺ ടു ആക്ടിവിറ്റിയിലേക്ക് എത്തണമെങ്കിൽ ഉള്ളൊരു പ്രോസസ്സ്, അതിൻ്റെ കാലയളവ്, ഈ സമയ പീരീഡ് മുഴുവൻ ഇദ്ദേഹത്തിന് ആക്റ്റീവായിട്ട് ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു അത്ലീറ്റ് ആണെങ്കിൽ സ്പോർട്സിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ടായി. അദ്ദേഹം ഒരു ബാങ്ക് എംപ്ലോയി ആണ്, അദ്ദേഹത്തിന് ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? ഒരു ലോങ് ട്രാവലൊക്കെ വേണ്ട വ്യക്തികളാണ്, സാധിക്കുന്നില്ല. ഈ കാര്യം ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം കുറച്ച് ആയിരങ്ങൾ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സ്പെൻഡ് ചെയ്താൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ലാഭം വളരെ വലുതാണ്. ദാറ്റ് ഈസ് വൺ സൈഡ്. ദി അതർ സൈഡ് ഓഫ് തിങ്സ്, നമ്മൾ ACL തന്നെ എക്സാമ്പിൾ എടുക്കാം കേട്ടോ. നമ്മൾ ഒരിക്കലും നമ്മുടെ ACLനെ മീറ്റ് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പരിചയമില്ല. ഒരു ACL ഇഞ്ചുറി വരുന്ന ഒരാൾ, അയ്യോ എൻ്റെ ACLന് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞൊരു ഒരാളും വിഷമിക്കുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി ജോലി ചെയ്യാൻ പറ്റുന്നില്ല,
എനിക്കിനി ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ട്രെക്കിന് പോകാൻ പറ്റുന്നില്ല. ഇതാണ് അയാളുടെ ജീവിതം. മറ്റേത് ഒരു ഇഞ്ചുറിയാണ്, ഇതാണ് അയാളുടെ ജീവിതം. അപ്പോൾ ആ ഇഞ്ചുറി ട്രീറ്റ് ചെയ്യാം, പക്ഷേ ജീവിതം തിരിച്ചു കൊടുക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതാണ് ഞാൻ റിട്ടേൺ ടു ആക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യം. സോ ദാറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എൻ ഇഷ്യൂ. അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പല സ്ഥലങ്ങളിൽ പോയി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു തുകയുടെ ഒരു ഭാഗമേ ശരിക്കും ഒരു സ്ഥലത്ത് കൃത്യമായ എല്ലാ ഫെസിലിറ്റിയും കൂടി കിട്ടുമ്പോൾ വരുന്നുള്ളൂ. അതെ അതെ. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സർജറിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയ ട്രെൻഡ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ച് പോകുമ്പോൾ പണ്ട് പെയിൻലെസ് ആണ് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു അഡ്വർടൈസ്മെന്റ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെയിൻലെസ് ആണ് പുതിയ ട്രെൻഡ്, ഒരു നല്ല ക്യാപ്ഷനാണ്. അപ്പോൾ ഈ സർജറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പെയിനും ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രോസസ്സൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ സർജറികൾ നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടോ? ഇല്ല, ആക്റ്റീവ് ബേസിൽ സർജറി ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി പോസ്റ്റ് സർജറി റീഹാബിലിറ്റേഷൻ ആണ് ആക്റ്റീവ് ബേസിൻ്റെ ഫോക്കസ്. പക്ഷേ സർജറിയും പോസ്റ്റ് സർജറി റീഹാബിലിറ്റേഷനും ഹാൻഡ് ഇൻ ഹാൻഡ് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലാണ് ആ പേഴ്സണ് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുക. അപ്പോൾ ഒരു വ്യക്തി നോർമലി ആക്റ്റീവ് ബേസിനെ പ്രിഫർ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പോസ്റ്റ് സർജറിക്കും അതല്ലെങ്കിൽ ബിഫോർ സർജറിക്കും ആ ഒരു ടൈം പീരീഡിലാണ് ശരിക്കും വരേണ്ടതല്ലേ? ദർ ആർ സർട്ടൺ ഇഞ്ചുറീസ്, നമുക്ക് സർജിക്കൽ റിക്വയർമെൻറ്റിലേക്ക് പോകാത്ത ഇഞ്ചുറീസ് ഉണ്ട്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഷോൾഡറിൽ, അല്ലെങ്കിൽ ചെറിയ ഡിസ്ക് ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ നമ്മളിത് അസസ് ചെയ്യുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ ക്ലിനിക്കൽ അസസ്മെൻറ്റ്, എവിടെയാണ് വേദന, എന്താണ് വേദന, ഇത് കൂടാതെ നമ്മളൊരു ഫങ്ഷണൽ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഡെയിലി ലിവിങ് ഫങ്ഷൻസിന് ഈ ഇഞ്ചുറി മൂലം ഇയാൾ കേപ്പബിൾ ആണോ. ഒരു അത്ലീറ്റ് ആണെങ്കിൽ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷണൽ അസസ്മെൻറ്റ് നമ്മൾ ചെയ്യും. ഇത് ആക്റ്റീവ് ബേസിൻ്റേതായ ഒരു പ്രോട്ടോക്കോളാണ് ഈ അസസ്മെൻറ്റ്സിന് യൂസ് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ വി ക്യാൻ ട്രീറ്റ് ദിസ് അല്ലെങ്കിൽ വി കനോട്ട് ട്രീറ്റ് ദിസ് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാം. ഇനി ചില കേസ് ഇപ്പോൾ ലിഗമെൻ്റ് ഇഞ്ചുറിയാണ്, സർജറിയെ ഭയക്കേണ്ട യാതൊരു കാര്യമില്ല, മനസ്സിലായോ. സർജറിയുടെ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആണ്, സർജൻസിൻ്റെ സ്കില്ല് വളരെ വലുതാണ്. ആൻഡ് സർജറി ചെയ്യുക, പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ കാര്യം. 50-50 ഇമ്പോർട്ടൻസ് ആണ്. സർജറി എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ. പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ അങ്ങനെ ഇത് ഭയങ്കര കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി സർജറി കഴിയുന്നു, ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്നാൽ വീട്ടിൽ പോയിക്കോളൂ, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ എന്നതിനപ്പുറത്തേക്ക് ഫിസിയോതെറാപ്പിയൊക്കെ വളരെ റെയറായിട്ടുള്ള കേസുകളിലാണ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു സിറ്റുവേഷനെ? ഫിസിയോതെറാപ്പി ആസ് എ സയൻസ് ഒരുപാട് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞു. ആക്റ്റീവ് ബേസ് ആണ് അതിന് വഴി ലീഡ് ചെയ്യുന്നത്. പൊതുവേ സർജറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പൊതുവേ സർജറി കഴിഞ്ഞിട്ട് ഒരു 1 മന്തോളം റെസ്റ്റ് പീരീഡ് ഉണ്ടാകും. കാരണം അദ്ദേഹം ക്രച്ചസിലായിരിക്കും, വെയിറ്റ് ബെയറിങ് പറ്റില്ല, അതായത് നമ്മുടെ ഫുൾ വെയിറ്റ് ലോഡിൽ ആ കാല് കൊണ്ട് നമുക്ക് നടക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു പീരീഡ് റെസ്റ്റ് പീരീഡ് പറയും. പിന്നെ റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യുക, അതായത് തിരിച്ച് കംപ്ലീറ്റ്ലി മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അച്ചീവ് ചെയ്തെടുക്കാൻ എഗെയിൻ 1 മാസം സമയം കാണാറുണ്ട്. ചില കേസസിൽ ഇങ്ങനൊരു യാതൊരു ഇൻപുട്ടും പേഷ്യൻറ്റിന് കിട്ടാറില്ല. അവർ എന്നിട്ട് ജിമ്മിൽ പോയി സ്ട്രെങ്തനിങ് ചെയ്തോളാൻ പറയും. അപ്പോൾ ഇതിലൊക്കെ ഗ്യാപ്സ് വരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഇഷ്യൂസ് പെയിൻ വീണ്ടും വരുന്നു, അല്ലെങ്കിൽ റീ ഇഞ്ചുറി സംഭവിക്കുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മെജോറിറ്റി പേഷ്യൻസും കയറാറുള്ളത്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് നീ മെജോറിറ്റി പേഷ്യൻസും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ആക്റ്റീവ് ബേസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 മന്ത് റെസ്റ്റ്, 1 മന്ത് റേഞ്ച് ഓഫ് മോഷൻ അച്ചീവ് ചെയ്യാൻ. ആക്റ്റീവ് ബേസിൽ ഇൻ എ മാറ്റർ ഓഫ് ഡേയ്സ് നമുക്ക് ഫുൾ വെയിറ്റ് ബെയറിങ്ങിൽ നടത്താൻ സാധിക്കും. ഒരു പേഷ്യൻറ്റിന് 1 മാസത്തെ പ്രോസസ്സ് നമുക്ക് ഇൻ എ മാറ്റർ ഓഫ് ഡേയ്സ് നമുക്ക് നടത്താൻ സാധിക്കും. 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് നടത്താൻ സാധിക്കും. നമ്മളങ്ങനെ ഒരുപാട് പേരെ നടത്തിയിട്ടുമുണ്ട്. ബിക്കോസ് ഹൈഡ്രോതെറാപ്പി പോലുള്ള അഡ്വാൻസ്ഡ് സൗകര്യങ്ങളും അഡ്വാൻസ്ഡ് രീതി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു അത്ലീറ്റിന് കിട്ടുന്ന ഫെസിലിറ്റീസ് ജനറൽ പബ്ലിക്കിന് നമ്മൾ അവൈലബിൾ ആക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റാണത്. ടൈം ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. വലിയ മെഷീൻസ് ഒക്കെ ഉള്ള ഒരുപാട് ഹോസ്പിറ്റൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം എക്യുപ്പൈഡ് ആണ് ഒരു മോഡേൺ ഫെസിലിറ്റിയിൽ? 2 രീതിയിൽ അതിനെ കാണാം. നമുക്ക് ഒരുപാട് മെഷീൻസ് ഇല്ല, ദാറ്റ് ഈസ് വൺ തിങ്. എക്സസൈസ് ആണ് ഓരോരുത്തർക്കും വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ട് ക്യൂറേറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. അറ്റ് ദ സെയിം ടൈം ആക്റ്റീവ് ബേസിൻ്റെ എൻറ്റയർ ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കംപ്ലീറ്റ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ്.
ക്ലിനിക്കിൻ്റെ ഫ്ലോറിൽ ഒന്ന് കാല് കുത്തിയാൽ അവിടെ സോഫ്റ്റ് പാഡിങ്, എൻറ്റയർ ഫ്ലോർ സോഫ്റ്റ് പാഡിങ്ങാണ്, ഒരു കുഷനിങ് എഫക്റ്റ് ഉണ്ടാവും. ഹൈഡ്രോതെറാപ്പിയുടെ ഹൈറ്റും വിഡ്ത്തും വാട്ടറിന് ക്രിയേറ്റ് ചെയ്യാവുന്ന പ്രഷറും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്വിപ്മെൻറ്റും ഇൻക്ലൂഡിങ് സ്റ്റെയർസിൻ്റെ ഹൈറ്റ് വരെ, വീൽ ചെയറിൻ്റെ റാമ്പ് വരെ, ഗ്രൗണ്ടിൻ്റെ, നമ്മളവിടെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ഒരു ഓർഡിനറി ടേഫ് അല്ല, 8 ലെയർ ബേസ് ഉള്ള ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ ബിൽഡ് ചെയ്തൊരു കാര്യമാണ്, കോൺക്രീറ്റ് ബേസ് അല്ല. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഡ്രെയിനേജ് വരെ നമ്മൾ റീഹാബിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, അങ്ങനെ അത് ഡോക്ടർ അനസിൻ്റെ ഡിസൈനാണ്. ഓരോ ശരിക്കും ട്രീറ്റ്മെന്റ് ആണ്. അതെ അതെ, എവറിത്തിങ്. ഒന്നും നമുക്ക് റീഹാബിന് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ കംപ്ലീറ്റ് റീഹാബിൻ്റെ എജിലിറ്റി ട്രെയിനിങ് ആക്ടിവിറ്റീസ് എല്ലാം ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്. ഈ ഗ്രൗണ്ടിന് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ഉണ്ടെങ്കിൽ ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്, ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയും, കൗണ്ടർ പ്രൊഡക്റ്റീവാണ് ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് അത് അങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. ഒരുപാട് കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഒരുപാട് ഓവർ ഹെഡ്സ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ബട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ട് ഇസ് ഹ്യൂജ്. ഇതെല്ലാം ഡോക്ടർ അനസിൻ്റെ വിഷനാണ്. അദ്ദേഹം ഓരോ സ്റ്റെപ്പ്, അതിൽ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം മെഷർ ചെയ്ത് സ്റ്റഡി ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നൊരു പേരാണ് ഡോക്ടർ അനസ്. ഡോക്ടർ അനസിൻ്റെ ഈ ഒരു ഇനിയൊരു എന്താ പറയുക, ഒരു ആക്റ്റീവ് ബേസിനെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് പ്ലാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര വിഷണറി ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നെക്സ്റ്റ് ഒരു 5 വർഷത്തേക്ക് ആക്റ്റീവ് ബേസിനെ ഒരു ഏത് രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ഐ സെഡ്, അദ്ദേഹത്തിനെയാണ് ആക്റ്റീവ് ബേസ് എന്ന് പറഞ്ഞ വിഷൻ ഫൗണ്ടർ 7 വർഷമായിട്ട് കൊണ്ട് നടന്ന് സമയമെടുത്ത് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത്. അദ്ദേഹം ഞാനും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പും, ഒന്നും ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ശത്രുക്കളുമാണ്. ആൻഡ് അദ്ദേഹം എന്നോട് പറയും, ഹരി എനിക്ക് ഇതാണ് വേണ്ടത്, ഹരി എനിക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയും. ആൻഡ് ഇത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഞങ്ങൾക്ക് മറ്റ് ക്ലിനിക്സിൽ നിന്നോ മറ്റ് ഹോസ്പിറ്റൽസിൽ നിന്നോ ഒരു സിസ്റ്റവും ഞങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ചില നിർബന്ധ ബുദ്ധികളുണ്ട്. എനിക്കിത് ഇങ്ങനെ ഫംഗ്ഷൻ ആവണം, ഇതിങ്ങനെ നടക്കുകയുള്ളൂ, ഇങ്ങനെയുള്ള കുറച്ച് ഫ്രെയിം വർക്ക്സ് അദ്ദേഹം എല്ലാ വിഷണറികളും ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇതിങ്ങനെ വേണം. കാരണം അത് എല്ലാവർക്കും ഉള്ള, ഞാൻ കണ്ടിട്ടില്ല, ഒരു എന്താ പറയുക, ഒരുപാട് ഡീപ്പ് നോളജ് ഉള്ള എല്ലാവരിലും നമുക്ക് കാണാൻ വരുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. അതെ, ഇത്തരം ഫ്രെയിം വർക്ക്സ് ഇദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഏറ്റവും വലിയ ഡിഫിക്കൽട്ടിയും ഇതെങ്ങനെ റൺ ചെയ്യും എന്നുള്ള, ഇതിൻ്റെ സിസ്റ്റംസ് എങ്ങനെ ബിൽഡ് ചെയ്യും എന്നുള്ള, അവിടെ പ്യുവർ ക്രിയേറ്റിവിറ്റിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് ഒരുപാട് മാസങ്ങളുടെ എഫേർട്ടോടുകൂടി ഒരു പ്യുവർ ക്രിയേറ്റീവ് പ്രോസസ്സിലൂടെയാണ് അവിടുത്തെ സിസ്റ്റംസ് ബിൽഡ് ചെയ്തത്. ഇപ്പോഴും സിസ്റ്റംസ് നമ്മൾ റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ ആക്റ്റീവ് ബേസിൻ്റെ എല്ലാ മേജർ സിറ്റീസിലും എബ്രോഡും എല്ലാം ആക്റ്റീവ് ബേസിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് വൺ സൈഡ് ഓഫ് തിങ്സ്. ഓർത്തോപെഡിക്സിലും സ്പോർട്സിലും ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായി മാറുക, അതായത് ഇൻക്ലൂഡിങ് സർജറി ഉള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായി മാറുക എന്നുള്ളത് നമുക്കൊരു തോട്ട് പ്രോസസ്സിലുണ്ട്. അപ്പോൾ ഇത് മെഡിക്കൽ, അതായത് പ്രൊഫഷണൽ സൈഡ് ഓഫ് തിങ്സ്. ഇനി ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ടെക്നോളജി, ഫിസിയോതെറാപ്പിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിലേക്ക് എത്രത്തോളം ആക്റ്റീവ് ബേസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഞങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി ഡോക്ടർ അനസിന് അതിൽ ഒരുപാട് റോളുണ്ട്. ടെക്നോളജിയിലേക്ക് ഞങ്ങൾ സ്കെയിലപ്പ് ചെയ്യുന്നുണ്ടാവും, അക്കാഡമിക്സിലേക്ക് ഞങ്ങൾ സ്കെയിലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തുള്ള കുട്ടികൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് ആക്റ്റീവ് ബേസിൽ വരാറുണ്ട്. അപ്പോൾ അക്കാഡമിക്സ്, ഫിസിയോതെറാപ്പി എഡ്യൂക്കേഷനിൽ എത്രത്തോളം അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ അതിലേക്ക് നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം പ്രൊഫഷണൽ സൈഡ് ഓഫ് തിങ്സ്. ഞങ്ങൾക്ക് ഡോക്ടർ അനസിനും എനിക്കും മ്യൂച്വലി ഉള്ളൊരു പാഷനുണ്ട്, സ്പോർട്സ്. അത് പാഷൻ്റെ പുറകെയും ഞങ്ങൾ ചിലപ്പോൾ സ്കെയിലപ്പ് ചെയ്യും. എല്ലാം ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി, നമ്മുടെ ബോർഡ് മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി ഐ എം ഹോപ്പിംഗ് ദാറ്റ് 5 to 10 years ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നുള്ളത്. നമ്മൾ പുതിയൊരു ടെക്നോളജി, പുതിയൊരു രീതിയിൽ ഇതുവരെ കേരളം പരീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൻ്റെ പിന്നിലും അവിടെ എംപ്ലോയീസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ഒരു സ്റ്റാഫായിട്ട് വരുന്നത്, അവരെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ശരി, അത് ആക്ച്വലി ഒരു വലിയ പ്രോസസ്സാണ്. ഫിസിയോതെറാപ്പി ഓഫ് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നിടത്ത് റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അതിൻ്റെ മാനദണ്ഡം. BPT and MPT കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല നോളജബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ആദ്യം എടുക്കുക. ബട്ട് ഡോക്ടർ അനസ് എപ്പോഴും ഫ്രഷേഴ്സിനെ എടുക്കാറുള്ളൂ. ബിക്കോസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവരുടേതായ ചില ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൽ അവർ സെറ്റ് ഇൻ ദെയർ ഓൺ വേസ്. ഡോക്ടർ അനസിന് വേണ്ടത് ഒരു ഫ്രഷ് ക്യാൻവാസാണ്. അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റീവ് ബേസിൻ്റെ പ്രോട്ടോക്കോളിലേക്ക് എങ്ങനെ ഒരാളെ ബിൽഡ് ചെയ്തെടുക്കാം. അവിടെ 1 year എക്സ്പീരിയൻസ് ഉള്ളൊരു ഫ്രഷർ രാജ്യത്തെ ഏറ്റവും വലിയ സ്പോർട്സ് ടീംസിൻ്റെ കൂടെയുള്ള പ്രൊഫഷണൽസിന് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു പ്രോട്ടോക്കോളിൽ ചെയ്യുക. ഇപ്പോൾ ഹൈഡ്രോതെറാപ്പിയിൽ പേഷ്യൻറ്റിനെ ക്യാരി ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സസൈസസിൽ ട്രെയിൻ ചെയ്ത് തിരിച്ച് ക്യാരി ചെയ്ത് കയറ്റി ഇവർ പെട്ടെന്ന് ഷവറിൽ പോയി ഡ്രസ്സ് മാറി അടുത്ത സ്ലോട്ടിലേക്ക് ഇവർ കയറണം. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് തെറാപ്പിസ്റ്റുകളാണ് അവിടെ ഉള്ളത്. ദാറ്റ് ഈസ് വൺ തിങ്. അഡ്മിനിസ്ട്രേഷൻ അല്ലെ ഓപ്പറേഷൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതലും ഞാനാണ് ഇൻ്റർവ്യൂ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാറുള്ളത്. ഞാൻ അധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള വലിയ വലിയ ക്വാളിഫിക്കേഷൻസ്, വലിയ കോളേജസ്, അധികം പോഷ് ആയിട്ടുള്ള ആളുകൾ ഞാനത് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ജോലി അത്യാവശ്യമാണോ, ഇവർക്ക് നന്നായിട്ട് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ, വിൽ ദേ അഡാപ്റ്റ് ടു ദ സിസ്റ്റം. ഓഫ് കോഴ്സ് കുറച്ച് പ്രഷറുള്ളൊരു ഏരിയ ആണ്, പക്ഷേ ആ പ്രഷറിൽ ഇവർ ത്രൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്പോർട്സിനോട് ഇവർക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടോ, സ്കൂളിലോ കോളേജിലോ എന്തെങ്കിലും ഒരു കാര്യം. ഇതിലേക്കാണ് ചിന്തിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ തിരുമ്പുന്നു. ഇവിടെ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുപോകണം, ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോകണം, നീന്താൻ കൊണ്ടുപോകണം. അപ്പൊ ഇതൊക്കെ ഇവർക്ക് അറിഞ്ഞിരിക്കാന്ന് കൂടി ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, പേഷ്യൻസിനോട്, നമുക്ക് അവിടെ വരുന്ന പേഷ്യൻസിനോട് ഇവർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാം, ആ ഇഞ്ചുറിയോട് ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഇസ് വൺ തിങ്. രണ്ട്, സ്പോർട്സിൻ്റെ മെൻറ്റാലിറ്റി ഈസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രഷറുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു വിന്നിങ് മെൻറ്റാലിറ്റി കാണിക്കും അങ്ങനെയുള്ള ആളുകൾ. എന്തെങ്കിലും ഒരു ഇൻക്ലിനേഷൻ സ്കൂളിലോ കോളേജ് ലെവലിലോ കാണിച്ചിട്ടുള്ളവർ അവർ ആ മെൻറ്റാലിറ്റി കാണിക്കും. അപ്പോൾ ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു ഫാക്ടർ. ഡോക്ടർ അനസ് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നൊരു ഫാക്ടർ അതാണ്. ഞങ്ങൾ അത് നോക്കിയിട്ടാണ് കൂടുതൽ സ്റ്റാഫുകൾ കളിക്കാനും നല്ലൊരു ഇൻട്രസ്റ്റ് വേണം അവർക്ക്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് വന്നു, ഇങ്ങനെ ഒരു എല്ലാ ഓൺട്രപ്രനേഴ്സിൻ്റെ പിന്നിലും ശരിക്കും അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റീവ്സിന് പിന്നിലും അവരെ റോൾ മോഡലാക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവും. അപ്പോൾ അവരവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്യാണ്. അപ്പോൾ എന്താണ് ഒരു റോൾ മോഡൽ എന്ന് പറയാവുന്നത്? ആക്ച്വലി ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ബിസിനസ് ഓൺട്രപ്രീനിയോറിയൽ എക്സ്പേർട്സിനെ നോക്കിയാൽ അജു ജേക്കബ്, സിന്തൈറ്റ് ഗ്രൂപ്പിൻ്റെ അജു ജേക്കബ്, അദ്ദേഹം ഞാൻ എന്നും ഫോളോ ചെയ്യുന്ന, ഞാൻ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ലൈഫിൽ ഞാൻ എന്നും കണ്ടിട്ടുള്ളത് സർ അലക്സ് ഫെർഗ്യൂസൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിഖ്യാതമായ മാനേജർ. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസും അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളുള്ള അഡമൻറ്റ് നേച്ചറും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ട്സും ഫെയിലിയറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയും ഇത് ഞാൻ ഇന്ന് ലൈഫിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ ഒരു വ്യക്തിയുണ്ട്, ആക്ച്വലി ഞാൻ പേര് പറയുന്നില്ല, ബിക്കോസ് ഹി ഡസൻ ലൈക്ക് ഞാൻ നെയിം ഡ്രോപ്പ് ചെയ്താൽ അദ്ദേഹം അത് അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ലെറ്റ്സ് ജസ്റ്റ് സേ ഐ ഹാവ് എ ബ്രദർ, ഒരു ഓൾഡർ ബ്രദർ ഉണ്ട്. എന്നെ എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്ന, എന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എൻ്റെ കാര്യങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാശി പിടിക്കുന്ന ഒരു ബ്രദർ എനിക്കുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ് മോഡലാണ് ആക്റ്റീവ് ബേസ് എന്ന് പറയുന്നത്. കാരണം ട്രഡീഷണലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് അതൊന്നുമല്ല ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഹെൽത്തിയും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്താണ് കോമ്പറ്റീഷൻ നിലവിലെ മാർക്കറ്റിൽ? ഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ട് നമുക്ക്. ആൻഡ് ലൈക്ക് ഐ സെറ്റ്, ഒരു ഇൻഡസ്ട്രി നമ്മളെ നോക്കി കാണുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വി ആർ ഹാപ്പി ടു കോൺട്രിബ്യൂട്ട് ടു ദി ഇൻഡസ്ട്രി. ആക്റ്റീവ് ബേസ് പോലെ ഒരുപാട് ആക്റ്റീവ് ബേസുകൾ ഉണ്ടാവണം, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവണം, അതിൽ അഡ്വാൻസ്മെൻറ്റ്സ് കണ്ടെത്തുന്ന വ്യക്തികൾ ഉണ്ടാവണം, എന്നാലേ പേഷ്യൻസിന് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. അൺഹെൽത്തി സിറ്റുവേഷൻസും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മുടെ പ്രോട്ടോക്കോൾസും പ്രൊസീജിയേഴ്സും ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് ജോയിനിങ് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്യേണ്ട ഒരു പോയിന്റിൽ നിന്ന് വരാതെ വേറൊരു സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
ഞങ്ങളതിനെ അധികം സീരിയസ് ആയിട്ട് കാണുന്നില്ല. ബിക്കോസ് ലൈക്ക് ഐ സെഡ് ഞങ്ങളുടെ വിഷൻസ് ഭയങ്കര വലുതാണ്. വി ഹാവ് എ ലോങ് ജേർണി അഹെഡ്. അപ്പോൾ നമ്മളത് അങ്ങനെ കാണുന്നില്ല. ഹെൽത്തി കോമ്പറ്റീഷൻസ് ഇസ് ഓൾവേസ് ഗുഡ്. അത് ബിസിനസ്സിന് നല്ലതാണ്, ഗ്രോത്തിന് നല്ലതാണ്, മ്യൂച്വൽ പാർട്ടീസിന് അത് വളരെ നല്ലതാണ്. നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും, അതായത് ഒരു അത്ലറ്റിന് പെട്ടെന്ന് ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലയൻറ്റുകൾ നോർമലി ഏത് കുറച്ച് ക്ലയൻറ്റുകളെ ഒന്ന് നെയിം ചെയ്ത് പറയുവാണെങ്കിൽ അത് ഒരു വലിയൊരു... കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അത്ലീറ്റ്സ്, അതായത് ഇന്ത്യൻ ഫുട്ബോളേഴ്സ് പലരും ആക്റ്റീവ് ബേസിൽ വന്നിട്ടാണ് അവരുടെ റീഹാബ് പ്ലാൻസ് ചെയ്യാറുള്ളത്. പ്രോ കബഡി അത്ലീറ്റ്സ് കുറച്ച് പേര് അവിടെ വരാറുണ്ട്. തമിഴ് തലൈവാസിൻ്റെ സാഗർ റാഥി നമ്മുടെ കൂടെ വന്നിട്ട് റീഹാബ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നു. വൺ പേഴ്സൺ ദാറ്റ് ഐ എം വെരി പ്രൗഡ് ഓഫ്, ആക്റ്റീവ് ബേസ് ഇസ് വെരി പ്രൗഡ് ഓഫ്, ആൽഫിയ ജെയിംസ്. ഇപ്പോൾ ബാഡ്മിൻ്റൺ മെഡൽ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ടുള്ളത്. ആൽഫിയയുടെ ഒരു ഇലാബറേറ്റ് പ്രോസസ്സായിരുന്നു ആക്റ്റീവ് ബേസിൽ. ആൽഫിയയുടെ വീൽ ചെയറും ആൽഫിയയുടെ റാക്കറ്റും അസസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആൽഫിയയുടെ ഇഞ്ചുറീസ് അസസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. വി ആർ വെരി പ്രൗഡ് ഓഫ് വാട്ട് ഷീ ഹാസ് അച്ചീവ്ഡ്. അതല്ലാതെ നോൺ അത്ലറ്റിക് ആയിട്ടുള്ള കുറച്ച് ക്ലയൻസ് ഉണ്ട്. എനിക്ക് അവിടെ പേര് ഞാൻ പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് അഗൻസ്റ്റ് ദി എത്തിക്സ്. ബട്ട് ഹാഫ് ബോഡി ഫ്രാക്ചറായിട്ട് ട്രീറ്റ്മെൻറ്റിനോട് ഒട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു വ്യക്തി, ഒരു ചെറിയ കുട്ടി ആക്ച്വലി നമുക്കുണ്ടായിട്ടുണ്ട്. ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വി ട്രൈ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ പേഴ്സൺ. പക്ഷേ ആൾ ട്രീറ്റ്മെൻറ്റിനോട് റെഡിയല്ല. ആൾ വീൽ ചെയറിലാണ്, എണീറ്റ് നിൽക്കുന്നില്ല, ട്രീറ്റ്മെൻറ്റിനോട് റെഡിയല്ല. അപ്പോൾ വൈകുന്നേരം അവിടെ ഗ്രൗണ്ട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സമയത്തോട്ട് ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം ഷിഫ്റ്റ് ചെയ്തു. അവിടെ അറിയാലോ, ഫുൾ വിൻഡോസ് ആണ്, എല്ലാം ഓപ്പണായിട്ട് കാണാം, ഔട്ട്സൈഡ് ആക്ടിവിറ്റീസൊക്കെ കാണാം. ഇത് കണ്ടുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പയ്യെ ഹി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് എൻ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. 2 വർഷത്തിന് ശേഷമാണ് 1 മാസത്തിൽ അദ്ദേഹം എണീറ്റ് നിന്നു. വെയിറ്റ് ബെയറിങ്ങിൽ അദ്ദേഹം എണീറ്റ് നിൽക്കാൻ സാധിച്ചു. 2 വർഷത്തിന് ശേഷം ആ ഒരു മൊമെന്റ്. അതെ, ഇറ്റ് ഇസ് വെരി ഗുഡ്. ആൻഡ് 4ാം മാസത്തിൽ ആളവിടെ ഫുട്ബോൾ കളിച്ചിട്ടാണ് ആളവിടുന്ന് പോകുന്നത്. പീഡിയാട്രിക് കേസസ് നമ്മൾ എടുക്കാറില്ല അധികം. പക്ഷേ ഡോക്ടർ അനസിന് തോന്നി ലെറ്റ്സ് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് വി ടുക്ക് അപ്പ് എ ചൈൽഡ്. ലൈഫിൽ ഫസ്റ്റ് ടൈം എണീറ്റ് നിന്നു. ആക്റ്റീവ് ബേസിലാണ് അദ്ദേഹം എണീറ്റ് നിന്നത്. ഹൈഡ്രോതെറാപ്പി ഹാസ് ബെനിഫിറ്റഡ് എ ലോട്ട് ഫോർ ദ പേഷ്യൻറ്റ്. എണീറ്റ് നിന്നു, ആൾ നടന്ന് സ്കൂളിൽ പോയ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഭയങ്കര നല്ല മൊമെൻറ്റ്സ് അവിടെ പല സ്ഥലങ്ങളിലും പോയി പല ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് മാറാത്ത ഒരു സിറ്റുവേഷൻ, അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആക്റ്റീവ് ബേസിന് അച്ചീവ് ചെയ്യാൻ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചൊരു പേഷ്യന്റിന്റെ കഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതം തന്നെയാണ് സത്യം മാറ്റിമറിക്കുന്നുണ്ട്. പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ആഫ്റ്റർ പ്രഗ്നൻസി ഫിറ്റ്നസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. വി ഹാഡ് എ പേഷ്യൻറ്റ്, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഹെൽത്തിനെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. ആൾക്ക് പോസ്റ്റ്പാർട്ടം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ജോലി നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. കുട്ടിയെ എടുക്കാൻ പോലും പറ്റുന്നില്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് കാരണം. ഇപ്പോൾ ജോലിയും പോസ്റ്റ്പാർട്ടം കുട്ടിയെ എടുക്കാൻ സാധിക്കുന്നില്ല. അത്രയും കൂടെ ലോഡ് ഹസ്ബൻഡിൻ്റെ പുറത്ത് വന്നപ്പോൾ മാരേജിലും ഫ്രിക്ഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. 2.5 months ആൾ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, വേദനകളും ഇല്ല. റിട്ടേൺ ടു ആക്ടിവിറ്റി അച്ചീവ് ചെയ്തു. നമ്മുടെ അവിടെ തന്നെ ജിമ്മിൽ ആക്റ്റീവായിട്ട് റെഗുലർലി വർക്കൗട്ട്, ഇപ്പോൾ ഒരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റാണ് ആൾ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സും നല്ല നല്ല സ്റ്റോറീസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടി തോന്നുന്ന മൊമെൻറ്റിലെല്ലാം ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കും. അപ്പോൾ ദെൻ ഇറ്റ്സ് മോട്ടിവേഷൻ ടു ഡു മോർ. വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ്, മാറ്റം ഇല്ലാതുള്ളത് മാറ്റത്തിന് മാത്രമാണ് എന്നുള്ളത്. ആ മാറ്റങ്ങളുടെ തുടക്കക്കാരനായ ആക്റ്റീവ് ബേസിൻ്റെ കഥയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. കേരളത്തിലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ആക്റ്റീവ് ബേസും അവരുടെ ടീമും. ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം ഡോക്ടർ അനസിൻ്റെ വിഷനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് തൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയും, ആ ക്ലാരിറ്റിയോട് ചേർന്ന് നിൽക്കാൻ ഹരികൃഷ്ണൻ കാണിക്കുന്ന മനോഭാവമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കഥ പറഞ്ഞ ഹരികൃഷ്ണനും ഡോക്ടർ അനസിനും മറ്റ് ആക്റ്റീവ് ബേസിൻ്റെ എല്ലാ ടീമംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു.